ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസിൻ്റെ 8ാമത്തെ പാർട്ടാണ്. ഇതുവരെയുള്ള പാർട്ട് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പവറിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ക്ലാസ്സിൻ്റെ ഫസ്റ്റിൽ, അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലെൻസസ് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. അതിലൊന്നാണ് സ്പെക്ടക്കിൾസ്, മൈക്രോസ്കോപ്പ്, പിന്നെ ടെലസ്കോപ്പ്, അങ്ങനെ അല്ലേ. കണ്ണടകളിലോ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലെൻസ് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളാണ്. അതിൽ ഒന്നാമത്തതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വസ്തുക്കളെ, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള അത്രക്കും കുഞ്ഞായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് എന്താക്കി കാണിക്കാനായിട്ട് പറ്റും? വലുതാക്കി കാണിക്കാനായിട്ട് പറ്റും. അതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഒരു വസ്തുവിനെ വെച്ചെന്ന് വിചാരിക്കുക. അത്രയും കുഞ്ഞതായിട്ടുള്ള ഒരു വസ്തുവിനെ വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വസ്തുവിനെ നമ്മൾ ലെൻസ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ വസ്തുവിനെ വലുതാക്കി കാണാനായിട്ട് പറ്റും. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം എന്താണ്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കൊണ്ട് ഉപയോഗം അല്ലെ. വസ്തുക്കളെ വലുതാക്കി, നമ്മളുടെ കണ്ണുകൊണ്ട് കാണാനാവാത്തതിനെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നല്ല വലുതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് ഒബ്ജക്റ്റീവ്. എന്താണ് ഒബ്ജക്റ്റീവ്? രണ്ടാമത്തതാണ് ഐ പീസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഒബ്ജക്റ്റീവ് ആൻഡ് അടുത്തതാണ് ഐ പീസ്. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് എന്താണ്, ഐ പീസ് എന്താണെന്ന് നോക്കാം. ഈ ഒബ്ജക്റ്റീവിലും ഐ പീസിലും നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ട്. എന്താണ്? ഒബ്ജക്റ്റീവിലും ഐ പീസിലും നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവിലും ഐ പീസിലും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസുകൾ ആണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് നോക്ക്. ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ ഇതിനടുത്തായിട്ടല്ലേ വെച്ചിട്ടുള്ളത് അല്ലേ. ഐ പീസ് എവിടെയുള്ളത്? കുറച്ച് ദൂരോട്ടായിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, വസ്തുവിൻ്റെ അടുത്ത് വരുന്ന ലെൻസ് ആരാണ്? ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് അല്ലേ. ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന് അടുത്ത് വരുന്ന ആരാണ്? ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. അതേപോലെ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിനെ കുറച്ച് വലുതായിട്ട് കാണിക്കാനായിട്ട് പറ്റും അല്ലേ. ആ വസ്തുവിനെ നമ്മൾ ഏതിലൂടെയാണ് നോക്കുന്നത്? ഐ പീസിലൂടെയാണ് അല്ലേ. എന്തിലൂടെയാണ് നോക്കുന്നത്? ഐ പീസിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്, ഐ പീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ് നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്ത് വയ്ക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് അല്ലേ. നമുക്ക് എന്തിനാണോ നിരീക്ഷിക്കേണ്ടത് അതിൻ്റെ അടുത്താണ് നമ്മൾ ആരെ വെക്കുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിനെ വെക്കുന്നത് അല്ലേ. ഇവിടെയാണ് നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തുവിനെ വെക്കുക, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുക. ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ ഏത് ലെൻസിലൂടെയാണോ നിരീക്ഷിക്കുന്നത് ആ ലെൻസാണ് ഐ പീസ് അല്ലേ. എന്താണ്? ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട് അല്ലേ, വസ്തുവിനെ വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഫോക്കസ് ആക്കിപ്പിക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിനെ നമ്മൾ ഐ പീസിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും. ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ്. പിന്നെ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഐ പീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതലായിരിക്കും. എന്താണ്? ഐ പീസിന്റെ ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിനേക്കാൾ കൂടുതലായിരിക്കും ഐ പീസിന്റെ ഫോക്കസ് ദൂരം. അതും കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിനേക്കാൾ കൂടുതലായിരിക്കും ഐ പീസിന്റെ ഫോക്കസ് ദൂരം. അത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും എങ്ങനെയാണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു ഒബ്ജക്റ്റീവ് ലെൻസ് വരച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ എന്തിനാ വരച്ചിട്ടുണ്ട്? ഒരു
ഐ പീസ് ലെൻസിനെ വരച്ചിട്ടുണ്ട് അല്ലെ. രണ്ടും എന്താണ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. രണ്ടും കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന്റെ നടുവിൽ എന്തുണ്ടാവും, എന്താ ഉണ്ടാവുക, പ്രകാശിക കേന്ദ്രം ഉണ്ടാവും അല്ലെ. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഇതെന്താണ്, ഐ പീസുമാണ് കേട്ടോ. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്, ഇത് ഐ പീസ് ആണ്. ഇത് പ്രകാശിക അക്ഷവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിന് എന്തുണ്ടാവും, ഫോക്കസ് ഉണ്ടാവുമല്ലോ അല്ലെ. ഫോക്കസ് ഉണ്ടാവും അല്ലെ, എഫ്. പിന്നെ എന്തുണ്ടാവും, 2F ഉണ്ടാവും അല്ലെ. 2F അല്ലെ. രണ്ട് ഫോക്കസുകൾ വരച്ച്. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഐ പീസിനും എന്തുണ്ടാവും, ഫോക്കസ് ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മളുടെ ഐ പീസിനും ഫോക്കസ് ഉണ്ടാവും. അത് ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം ഞാൻ. ഇത് എഫ്, ഇതും എഫ്. ഇതിപ്പോ കുറേ എഫ് വന്നിട്ട് നമുക്ക് ഏതിൻ്റെ ഫോക്കസ് ആണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ആണല്ലോ ഇത് 4. അപ്പം അതിൻ്റെ അടിയിൽ ഒരു O ഇട്ട് കൊടുത്ത്. അതെന്തിനാ, ഒബ്ജക്റ്റീവ് ലെൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഐ പീസിൻ്റെ ഫോക്കസ് ആണല്ലോ ഇതും, അത് കാണിക്കാൻ വേണ്ടി FE എന്നും ഇട്ട് കൊടുത്ത്. കൺഫ്യൂഷൻ ഇല്ലാലോ. എന്താണ്, രണ്ട് ലെൻസ് ഉണ്ട് അല്ലേ. ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഒരു ഐ പീസും ഉണ്ട്. അതിൻ്റെ ഒക്കെ ഫോക്കസ് മാർക്ക് ചെയ്ത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസിന് FO എന്നും ഐ പീസിൻ്റെ FE എന്നും ആക്കി വെച്ച്. ഇനി എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെക്കാനായിട്ട് പോവാം. എവിടെയാണ് ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്, FOൻ്റെയും 2FOൻ്റെയും ഇടയിലായിട്ടാണ് ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ച്. ഇനി എന്താണ്, ഈ ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് റേ അല്ലേ, പ്രകാശരശ്മി സമാന്തരമായിട്ട് പോകും അല്ലേ. ഇത് വരയ്ക്കുന്നതിനേക്കാൾ മുന്നേ എല്ലാവരും ഒരു പെൻസിലും സ്കെയിലും എടുത്ത് വെക്കുക. അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ രേഖാചിത്രങ്ങൾ വരക്കുക കേട്ടോ. കാരണം എന്താ, കൈകൊണ്ട്, അതായത് കൈകൊണ്ടല്ല, സ്കെയിലില്ലാണ്ട് വരച്ചു കഴിഞ്ഞാൽ വളഞ്ഞു പോവും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്കെയിലും പെൻസിലും വെച്ച് തന്നെ വരക്കുക. ഇല്ലെങ്കിൽ ഞാൻ വരക്കുന്നത് പോലെ വളഞ്ഞു പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ, ഒരു വസ്തുവിനെ ഞാൻ കൊണ്ടുവന്ന് വെച്ച്. ഇനി എന്താ, ഇതിൽ നിന്ന് ഒരു പ്രകാശരശ്മി സമാന്തരമായിട്ട് പോകും അല്ലേ. സമാന്തരമായിട്ട് പോകുന്ന ഏതിലൂടെയാണ് പോകുന്നത്, ഫോക്കസിലൂടെ കടന്നു പോകും അല്ലേ. ഫോക്കസിലൂടെ കടന്ന് പോവും. ഇനി അടുത്തത് ഏതിലൂടെ കടന്നു പോകും, നമ്മളുടെ പ്രകാശിക കേന്ദ്രം വഴി കടന്നു പോകും അല്ലേ. പ്രകാശിക കേന്ദ്രം വഴി കടന്ന് പോകും. അപ്പം അതിങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ കൂട്ടിമുട്ടും അല്ലെ. ഒരു സ്ഥലത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എന്തുണ്ടാവും, നമ്മളുടെ പ്രതിബിംബം ഉണ്ടാവും അല്ലെ. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എന്തുണ്ടാവും, നമ്മളുടെ പ്രതിബിംബം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്, വസ്തു ഇത്രയേ ഉള്ളൂ, പ്രതിബിംബം കുറച്ചുകൂടി വലുതുണ്ട് അല്ലെ. അപ്പോൾ വസ്തുവിനേക്കാൾ വലിപ്പം കൂടിയതാണ് അല്ലെ പ്രതിബിംബം. എന്താണ്, വസ്തുവിനേക്കാൾ വലിപ്പം കൂടിയതാണ് പ്രതിബിംബം. ഇനി അടുത്തത് എങ്ങനെയാണുള്ളത്, ഇത് നിവർന്നിട്ടാണുള്ളത്, ഇതോ തല കീഴായിട്ട് അല്ലെ. എങ്ങനെയാണുള്ളത്, തല കീഴായിട്ടാണ് ഉള്ളത്. പിന്നെ എന്താ, ഒബ്ജക്റ്റ്, വസ്തുവിനെ ഇവിടെയാണ് വെച്ചത്, ഇമേജ്, പ്രതിബിംബം ഇപ്പുറമാണ് ഫോം ചെയ്തത് അല്ലെ. അപ്പൊ എന്ത് പറയാം, യഥാർത്ഥമാണ് എന്ന് പറയാം അല്ലെ. യഥാർത്ഥം ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ, വസ്തുവിനേക്കാൾ വലിപ്പം കൂടിയതാണ്, തല കീഴായിട്ടാണുള്ളത്, പിന്നെ എന്താണ്, യഥാർത്ഥവും ആണ് അല്ലെ. വലിപ്പം കൂടിയതാണ്, തല കീഴായിട്ടാണുള്ളത്, പിന്നെ യഥാർത്ഥവും ആണ്. അപ്പോൾ ഇങ്ങനെ വരെ കിട്ടി. അപ്പം നമ്മൾ ആദ്യം എന്തിലൂടെ നോക്കി, ഐ പീസിലൂടെ ഒരു വസ്തുവിനെ നോക്കി ഒരു പ്രതിബിംബം ഉണ്ടായി. ഇനി ഈ പ്രതിബിംബത്തിനെ നമ്മൾ ഏതിലൂടെ നോക്കണം, നമ്മളുടെ ഐ പീസിലൂടെ നോക്കണം അല്ലെ. ഈ ഒരു ഐ പീസിലൂടെ നോക്കണം. ആദ്യം ഇവിടെ ഒരു വസ്തുവിനെ വെച്ച്, ഈ ഒരു വസ്തുവിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നോക്കി ഒരു പ്രതിബിംബം ഉണ്ടായി. ഈ ഒരു പ്രതിബിംബത്തിനെ നമ്മൾ ഏതിലൂടെ നോക്കണം, ഐ പീസിലൂടെ വേണം നമ്മൾ ഇനി നോക്കാനായിട്ട് അല്ലെ. ഇനി ഐ പീസിലൂടെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഐ പീസിലൂടെ നോക്കുമ്പോൾ ഈ ഒരു പ്രതിബിംബം ഈ ഒരു ഐ പീസിന്റെ വസ്തുവായിട്ടാണ് ആക്ട് ചെയ്യുക. എന്താണ്, ഈ ഒരു പ്രതിബിംബം ഉണ്ടല്ലോ അല്ലെ, ഇതിന്റെ പ്രതിബിംബമാണ് ഇത്. ഈ ഒരു പ്രതിബിംബം ഈ ഒരു ലെൻസിന്റെ, ഈ ഒരു ഐ പീസിന്റെ വസ്തുവായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് നമുക്ക് ഒരു സമാന്തരമായിട്ട് പ്രകാശരശ്മി വരും അല്ലെ. സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മി ഏതിലൂടെ കടന്നു പോകും,
ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ, ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്ത ഏതിലൂടെ കടന്നു പോകും? നമ്മളുടെ ഒപ്റ്റിക് കേന്ദ്രത്തിലൂടെ അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകും. ഇനി ഈ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ നമ്മൾ നീട്ടി വരക്കാനായിട്ട് പോവാണ്. എന്ത് ചെയ്യാൻ പോകുന്ന? നീട്ടി വരക്കാനായിട്ട് പോവാം. നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യും? അത് കൂട്ടിമുട്ടും അല്ലെ, ഈ ഒരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടും. അപ്പോൾ ആ പോയിന്റിലാണ് നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്? പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഈ ഒരു വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു വസ്തുവിനെ കൊണ്ടുവന്ന് വെച്ച് ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നോക്കി നമുക്ക് പ്രതിബിംബം ഉണ്ടായി അല്ലേ. പിന്നെ ഈ പ്രതിബിംബം ഈ ഒരു ഐ പീസിന്റെ വസ്തുവായിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെ ഇത് വസ്തുവായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് സമാന്തരമായ പ്രകാശരശ്മി ഫോക്കസ് വഴിയും പിന്നെ പ്രകാശിക കേന്ദ്രത്തിലൂടെ പോകുന്നത് അങ്ങനെ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇത് കൂട്ടി വരക്കുന്നത് അല്ലെ. നമ്മളിത് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യും? അത് മുട്ടും അല്ലെ. ആ പോയിന്റിലാണ് നമ്മളുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് അല്ലെ. നമ്മളുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വസ്തുവിനേക്കാൾ വലുതാണ് അല്ലെ. ഇതല്ലേ നമ്മളുടെ വസ്തുവിനേക്കാൾ വലുതാണ്. പിന്നെന്താണ്? വെർച്വൽ ആണ് അല്ലെ, മിഥ്യയാണ് അല്ലെ. മിഥ്യ. നമ്മൾ വസ്തുവിനെ വെച്ച സ്ഥലത്ത് തന്നെ അതേ സൈഡിൽ തന്നെയാണ് നമ്മളുടെ പ്രതിബിംബം ഉണ്ടാവുന്നതെങ്കിൽ അത് മിഥ്യയാണ് അല്ലെ. അപ്പുറത്തെ സൈഡിൽ വിപരീതമായ സ്ഥലത്താണ് നമുക്ക് പ്രതിബിംബം ഉണ്ടായതെങ്കിൽ അത് യഥാർത്ഥവും ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയുള്ളത്? വസ്തുവിന്റെ അതേ സൈഡിൽ അല്ലെ, അതേ വശത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതെന്തായിരിക്കും? മിഥ്യ ആയിരിക്കും. വലിപ്പം കൂടിയതാണ്, മിഥ്യയുമാണ്. പിന്നെ എങ്ങനെയാ? വസ്തുവിനെ പോലെ തന്നെയല്ലേ ഉള്ളത്. ഇത് തല തിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. വസ്തു എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമുക്ക് എന്തും കിട്ടിയിട്ടുള്ളത്? പ്രതിബിംബവും കിട്ടിയിട്ടുള്ളത് അല്ലെ. പക്ഷെ ഈ ഒരു വസ്തു അല്ലെ, നമ്മൾ ആദ്യം വെച്ച വസ്തുവിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് എങ്ങനെയാണുള്ളത്? തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ലെ. പക്ഷെ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തല തിരിഞ്ഞിട്ടില്ല. ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തല തിരിഞ്ഞിട്ടാണ് ഉള്ളത് അല്ലെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്ത് വന്നിട്ടുള്ളത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഈ ഒരു ഇത് വരുന്നിടത്താണ് നമ്മൾ കണ്ണ് വെച്ച് നോക്കുന്നത് കേട്ടോ. നമ്മൾ കണ്ണ് വെച്ച് ഈ ഒരു ഭാഗത്തൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2 ലെൻസാണ് ഉള്ളത്. രണ്ടും കോൺവെക്സ് ലെൻസാണ് ഉള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ്, ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലും ആണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ നമ്മൾ ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? ഒരു പ്രതിബിംബം ഉണ്ടാവുന്നുണ്ട്. ആ പ്രതിബിംബം നമ്മളുടെ ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വസ്തുവായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഒരു പ്രതിബിംബം കിട്ടും അല്ലെ. ഒരു പ്രതിബിംബം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ സാധനത്തിന് നമുക്ക് ഇത്രയും വലുതായിട്ടാണ് നമുക്ക് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റീവ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ? കോൺവെക്സ് ആണ് അല്ലെ. കോൺവെക്സ് ആണ്. ഐ പീസോ അതും കോൺവെക്സ് തന്നെയാണ്. ഒബ്ജക്റ്റീവ് ഐ പീസ് ലെൻസുകൾ താരതമ്യം ചെയ്താൽ ഫോക്കസ് ദൂരം കൂടുതലാണോ കുറവാണോ? ഒബ്ജക്റ്റീവിന്റെ കുറവാണ് അല്ലെ. ഒബ്ജക്റ്റീവിന്റെ കുറവാണെന്ന് നമ്മൾ പഠിച്ചു. ഐ പീസിന്റെയോ? കൂടുതലാണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കുറവാണ് എന്ത്? ഫോക്കസ് ദൂരം. ഐ പീസിന്റെ ഫോക്കസ് ദൂരം എന്താണ്? കൂടുതലാണ്. രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സവിശേഷതകൾ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? വലുതാണ് അല്ലെ. വലുതാണ്. പിന്നെ എന്താണ്? യഥാർത്ഥമാണ് അല്ലെ. യഥാർത്ഥമാണ്. തല കീഴായിട്ടാണുള്ളത് അല്ലെ. തല കീഴായിട്ടാണ്. ഐ പീസിന്റെ എന്തായിരുന്നു? വലുതാണ് അല്ലെ. വലുതാണ്. പിന്നെന്താ? യഥാർത്ഥമാണോ? അല്ല, മിഥ്യയാണ് അല്ലെ. മിഥ്യയാണ്. ആദ്യത്തെ വസ്തുവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്
തലകീഴായിട്ടാണുള്ളത്. രണ്ടാമത്തേനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ, അത് ഒരേപോലെയാണുള്ളത് അല്ലെ. ആദ്യത്തേനെ വെച്ച് നോക്കുകയാണെങ്കിൽ തലകീഴായിട്ടാണ് രണ്ടും ഉള്ളത്. പക്ഷെങ്കിൽ ഇതല്ലേ നമ്മളുടെ ഐ പീസിന്റെ വസ്തു. ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇതും ഉള്ളത് അല്ലെ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ ഉത്തരം എഴുതുക കേട്ടോ. ആദ്യത്തേൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ തലകീഴായിട്ടാണ് ഉള്ളത്. നമ്മളുടെ ഐ പീസിന്റെ വസ്തു വെച്ച് നോക്കുകയാണെങ്കിൽ വസ്തു എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് എന്തുമുള്ളത്, പ്രതിബിംബവും ഉള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ടേബിള്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റീവിന്റെ ഏത് സ്ഥാനത്താണ് വെക്കേണ്ടത്? നമ്മൾ ഏത് സ്ഥാനത്തായിരുന്നു ഒബ്ജക്റ്റീവിന്റെ വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ നിരീക്ഷിക്കേണ്ട വസ്തുവിനെ F0ന്റെയും 2F0ന്റെയും ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഏതിൻ്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത്? F0ന്റെയും 2F0ന്റെയും ഇടയ്ക്ക്. ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനമോ, ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണുള്ളത്? നമുക്ക് നോക്കാം. എവിടെയാണുള്ളത്? ഇതിന്റെ സ്ഥാനം ഇവിടെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. 2F0ന് അപ്പുറമായിട്ടാണുള്ളത് അല്ലെ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2F0ന് അപ്പുറമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മളുടെ ഐ പീസിന്റെ ലെൻസിന്റെയും ഫോക്കസിന്റെയും ഇടയിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ ഒബ്ജക്റ്റീവിന്റെ 2F0ന് അപ്പുറമായിട്ടാണ് അല്ലെ. പ്രതിബിംബം എവിടെയാണ് രൂപപ്പെട്ടത്? 2F0. ഒബ്ജക്റ്റീവിന്റെ 2F0ന് അപ്പുറമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അത് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ? വലുതാണ് അല്ലെ. വലുതാണ്, തല കീഴായിട്ടാണുള്ളത്. പിന്നെ എന്താണ്? യഥാർത്ഥവും ആണ് അല്ലെ. യഥാർത്ഥവും ആണ്. അടുത്തത്, ഐ പീസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരിക്കും ഐ പീസ് രൂപപ്പെടുത്തുന്നത്? അത് നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. എന്താണ്? നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബമാണ് നമ്മളുടെ ഐ പീസിന്റെ വസ്തുവായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇത് ഐ പീസിന്റെ വസ്തുവായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇതിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? വലിപ്പം കൂടുതലാണ് അല്ലെ. വലിപ്പം കൂടുതലാണ്. പിന്നെ എന്താണ്? മിഥ്യയും ആണ്. പിന്നെന്താ? ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇതിന്റെ സെയിം പോലെ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ. നിവർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ഇതിങ്ങനെ വെച്ച് ഈ തല ഇങ്ങോട്ടായിട്ടല്ലല്ലോ, തല കീഴായിട്ടല്ലല്ലോ ഉള്ളത് അല്ലെ. പക്ഷെ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താ? തല കീഴായിട്ടാണുള്ളത്. പക്ഷെ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്താ? തല നിവർന്നിട്ടാണുള്ളത് അല്ലെ. നിവർന്നിട്ട് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്തത്? നിവർന്നത് അല്ലെ. പിന്നെന്താണ്? മിഥ്യയായിരിക്കും, വലുതായിരിക്കും അല്ലെ. മിഥ്യയായിരിക്കും, വലുതും ആയിരിക്കും. ഒബ്ജക്റ്റീവിന്റെ F0യ്ക്കും 2F0യ്ക്കും ഇടയിലാണ് വസ്തു വെക്കേണ്ടത് അല്ലെ. അത് നമ്മൾ കണ്ടു. വസ്തുവിന്റെ വലുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഒബ്ജക്റ്റീവിന്റെ 2F0യ്ക്ക് അപ്പുറം രൂപീകരിക്കപ്പെടുന്നു. അതും നമ്മൾ കണ്ടതാ അല്ലെ. എന്താണ്? വലുതായിട്ടുള്ളതും യഥാർത്ഥമായിട്ടുള്ളതും തല കീഴായിട്ടുമുള്ള പ്രതിബിംബമാണ് 2F0യ്ക്ക് അപ്പുറം രൂപീകരിക്കപ്പെടുന്നത്. ഇതാണ് ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായി വർത്തിക്കുന്നത് അല്ലെ. അതും നമ്മൾ കണ്ടതാ അല്ലെ. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന ആ പ്രതിബിംബമാണ് നമ്മളുടെ ഐ പീസിന്റെ വസ്തു അല്ലെ. ഇതിന്റെ സ്ഥാനം ഐ പീസിന്റെ പ്രകാശ കേന്ദ്രത്തിന്റെയും FEക്കും ഇടയിലാണ് അല്ലെ. FEക്കും പ്രകാശിക കേന്ദ്രത്തിന്റെയും ഇടയിലാണ്. ഇതിന്റെ വലുതും മിഥ്യയുമായ പ്രതിബിംബമാണ് ഐ പീസിലൂടെ കാണാൻ കഴിയുന്നത് അല്ലെ. ഇതിന്റെ വലുതും മിഥ്യയുമായ പ്രതിബിംബമാണ് ഐ പീസിലൂടെ കാണാൻ കഴിയുന്നത്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാ അല്ലെ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗുണകരമല്ല. എന്തായിരിക്കും കാരണം? ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഐ പീസിന്റെ ഫോക്കസ് ദൂരമാണ് ഏറ്റവും കൂടുതൽ, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരിക്കും ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂടിയാലുള്ള പ്രശ്നം? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസ് ദൂരം കൂടുതലാണെങ്കിൽ പ്രതിബിംബത്തിന്റെ വലിപ്പം കുറവായിരിക്കും. ഫോക്കസ് ദൂരം കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ വലിപ്പം എന്തായിരിക്കും? കുറവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആവർത്തനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ വസ്തുവിന്റെ ഹൈറ്റ് അല്ലെ, വസ്തുവിന്റെ സൈസിന് എത്ര മടങ്ങാണ് നമ്മളുടെ പ്രതിബിംബത്തിന്റെ സൈസ്, അതായിരുന്നു ആവർത്തനം അല്ലെ. അതുകൊണ്ട് അതിന്റെ ആവർത്തനം വലുതാക്കി കാണിക്കുന്നത് എന്താണ്? കുറവ് ആയിരിക്കും. അതിനാൽ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവായിരിക്കും. അപ്പോൾ
ഇത് എല്ലാം കൂടി കൂട്ടി വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവായിരിക്കും. അതിൻ്റെ കാരണം ഫോക്കസ് ദൂരം കൂടിക്കഴിഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ വലിപ്പം കുറവായിരിക്കും. അപ്പോൾ എന്താണ്, ആവർത്തനവും എന്ത് ചെയ്യും, കുറവായി പോകും. അപ്പോൾ ഫോക്കസ് ദൂരം കുറവായി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഓക്കെ. സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോൾ അനുയോജ്യമായ ആവർത്തനം ലഭിക്കുന്നതിന് തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ മൈക്രോസ്കോപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഓരോരോ സൂക്ഷ്മജീവിക്കും നമ്മൾ ഓരോരോ ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിച്ചാണ് ചെയ്യുക. ഇവിടെ ഒരു തിരിക്കുന്ന സംഭവമുണ്ട്, ഇങ്ങനെ തിരിക്കുന്ന സംഭവമുണ്ട്. ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ലെൻസ് 2-3 എണ്ണം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വസ്തുവിനെയാണോ നമുക്ക് നോക്കേണ്ടത് എന്നനുസരിച്ച് നമുക്കിതിങ്ങനെ തിരിച്ച് ഓരോരോ ഒബ്ജക്റ്റീവ് ലെൻസ് ഇതിന് നേരെ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുവരെയുള്ള പോർഷൻസൊക്കെ പഠിച്ച് വൃത്തിയായി മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതുപോലെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. പിന്നെന്താ, ഇത് ഞാൻ ഫിസിക്സിന് പുറമേ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ്